ഇപ്പോൾ നമ്മൾ ജപ്പാൻ്റെ ഒക്കെ ഒരു ഫുട്ബോൾ ചരിത്രം എടുത്താൽ അവരും 36ലേക്കുള്ള ടീമിനെയാണ് ഇപ്പം ചെയ്യണേ. അല്ല അതൊക്കെ ഗവൺമെന്റ് ചെയ്യല്ലേ, ഗവൺമെന്റ് ചെയ്യണം. 36 വേൾഡ് കപ്പിനും 40 വേൾഡ് കപ്പിനും കളിക്കാനുള്ള ടീമിനെയാണ് ചെയ്യണം അവരിപ്പോഴേ പ്ലാൻ ചെയ്ത്. ഇവിടെ എങ്ങനെയാണെന്നറിയാം, സ്പോർട്സ് കൗൺസിലിൻ്റെ കാശുണ്ടാവില്ല, ഇത് ഉണ്ടായാൽ തന്നെ കുറച്ചുണ്ടാവും. നമ്മളുടെ ഒരു ടീമിനെ വിട്ടാൽ ഏതാണ്ട് ആ ടീമിനെ സന്തോഷ് ട്രോഫിക്ക് കളിക്കാൻ പോണ ടീമിനെ സ്പോർട്സ് കൗൺസിൽ വരാൻ പോണ 5 രൂപയൊക്കെ ആയിരിക്കും അവർക്ക്. അപ്പോൾ ഒരിക്കലും നടക്കില്ല. അല്ല, അതൊരിക്കൽ ഞാൻ ജോബ് പോളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ജോബ് പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വാഷിംഗ് അലവൻസ് 2 രൂപയായിരുന്നു. അത് തന്നെ പറഞ്ഞു. അല്ല ഗവൺമെൻറ്റിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലാതെ ഇപ്പം നമുക്കതിനെക്കുറിച്ചൊരു ഇത് പറയാൻ ഞാൻ ഇതില്ല. അല്ലല്ല, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഗവൺമെൻറ്റുകൾ സത്യത്തിൽ പൈസ ചിലവാക്കാത്തതല്ല കാര്യം. പൈസ ചിലവാക്കുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ പൈസ ചിലവാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് സ്കൂളുകളുടെ കണക്കെടുത്താൽ, ഇന്ത്യയിലെ സ്പോർട്സ് സ്കൂളുകളുടെ കണക്കെടുത്താൽ 100 കണക്കിന് സ്കൂളുകളുണ്ട്. കോടിക്കണക്കിന് രൂപ അവിടെ ചിലവാകുന്നുണ്ട്. പക്ഷെ അത് ആവശ്യത്തിന് വരില്ല. റിസൾട്ട് എവിടെയാണ്? അതിലൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സന്തോഷ് ട്രോഫിയുടെ കോച്ചിങ് ക്യാമ്പിന് സ്പോർട്സ് കൗൺസിൽ തരാൻ പോണ 12 ദിവസം കാശായിട്ടായിരിക്കും. അപ്പോൾ ഒരു കോച്ചിങ് നടക്കില്ല. 12 ദിവസം കൊണ്ട് എന്ത് കോച്ച് ചെയ്യാനാണ്? അപ്പം പിന്നെ അവരോട് പിന്നൊരു കാര്യമുണ്ട്, അതിലും വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 10, 20, 35 അസോസിയേഷനായിട്ടുണ്ട്, 30 ആ അസോസിയേഷൻസിനൊന്നും അവർ പ്രയോറിറ്റി നിശ്ചയിക്കണില്ല. ഫുട്ബോളിനെന്നാൽ കുറച്ച് കൂടുതൽ കൊടുക്കാം, എല്ലാത്തിനും വാരി വലിച്ച്. ഇപ്പോൾ ഫെൻസിങ് പറഞ്ഞൊക്കെ ഉണ്ട്, സൈക്ലിങ്, ഇതിനൊക്കെ കാശ് കൂടുതൽ കിട്ടും അവരുടെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഫുട്ബോളിൻ്റെ പൈസ ഇല്ല, കിട്ടില്ല. കിട്ടും ഈ ചെറിയ ഒരു തുക, അത് നമ്മൾ KFA തരും ചെയ്യണം എല്ലാം. KFAക്കും ലിമിറ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവില്ല, കാരണം അത് ഒരു ഓർഗനൈസേഷൻ അല്ലേ അവർക്ക്. കാരണം അവർക്ക് ഫണ്ടിൻ്റെ റിസോഴ്സ് വളരെ കുറവാണല്ലോ. പക്ഷേ പിന്നെ ഒരു കാര്യം, ഫുട്ബോൾ വളരുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ 6 വയസ്സിലോ 7 വയസ്സിലോ എടുത്ത് അവനെ ഒരു 15 വർഷം സംരക്ഷിച്ച് നിർത്തിയാലാണ് അവനൊരു പ്രോപ്പറായ ഒരു കളിക്കാരനെ മാറുക. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾസിൽ തന്നെ കുട്ടികളെ ഫുട്ബോളിൽ താല്പര്യമുള്ളവരെ കണ്ടുപിടിക്കണം. അതിനൊരു സംവിധാനം വേണം. അതിന് സംവിധാനം ഇല്ലല്ലോ. ഇല്ല, അല്ല ഇനി ആ സംവിധാനം ഉണ്ടെന്ന് വെച്ചോ നമുക്ക് KFAക്ക് നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടായിരിക്കും. ഞാൻ പറയണേ, ഇപ്പം ശരി സെൻറ്റ് മഹാരാജ് കോളേജിനൊരു ടീം ശരിയാക്കി കൊണ്ടുവരണം, ആരോട് പറയാനാ? അപ്പോൾ നേരെ മറിച്ച് അത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലബ്ബുകൾ അങ്ങനെ വരുന്നവരാണ്. അപ്പോൾ അതിലൊരു കാര്യമുണ്ട്, അതിൽ ഈ കൂടുതൽ ടൈം കളിക്കുന്നവരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരെ മറിച്ച് തൽക്കാലം ഒരു ജോലിക്ക് വേണ്ടി മാത്രം കളിക്കണമെങ്കിൽ വേറെ. ഞാനിപ്പോൾ അതൊരു വലിയൊരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്, വലിയൊരു പോയിൻ്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു 10-25,000 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഞാനൊരു 10-30 കൂടുതൽ അക്കാഡമികൾ സന്ദർശിച്ചു, വലിയ വലിയ അക്കാഡമികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന അക്കാഡമികൾ. പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പം ഈ അവിടുത്തെ കോച്ചുകളല്ല, അവിടുത്തെ കുട്ടികൾ പരസ്പരം അവരുടെ ലക്ഷ്യം ഒരു ജോലിയാണ്. അതാവരുത്. അങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് നല്ലൊരു ഫുട്ബോളറാക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്, അതാ പറഞ്ഞത്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ജോലി കിട്ടണം, റെയിൽവേയിൽ ഒരു ജോലി കിട്ടണം, കേരള പോലീസിന് ഒരു ജോലി കിട്ടണം. അതോടുകൂടി അവൻ്റെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, കേരള പോലീസിന് ഒരു ടിക്കറ്റ് ടീമുണ്ടായി, അതായത് MK ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെയാണ് ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. FACT MK നായരുടെ വ്യക്തിയുടെയാണ്. അങ്ങനെ ഇപ്പോൾ പ്രീമിയർ ടയേഴ്സിൽ ദേശായി എന്ന് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ കോളേജുകളിലാണെങ്കിൽ പ്രിൻസിപ്പളും ഹെഡ്മാസ്റ്ററും അവരൊക്കെ ഉണ്ട്, അവർക്കും ഫണ്ടില്ല നോക്കിയിട്ട്. ഞാനിപ്പോൾ സെൻറ്റ് ആൾബർട്ട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഒരു എല്ലാം പൈലിയും കടിയാമ്പറോച്ചനാണ്. അവരോട് എന്ന് പറയുമ്പോൾ അവർ ഓടിക്കുമായിരുന്നു. ഇവിടെ മാഷന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, പിന്നെ എങ്ങനെ ഇത് കൊടുക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ കളിക്കാൻ വരുന്ന ക്ലബ്ബുകൾ അവരുടെ പോക്കറ്റിൽ നിന്നില്ല, എല്ലാ കാശ് കൊടുത്തിട്ട് വരണമാണ്. അല്ലാതെ അത് വീട്ടിൽ പട്ടിണിയായിരിക്കും. വൈകുന്നേരം ഫുട്ബോൾ കളിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? തീർച്ചയായിട്ടും അതിനൊന്നുള്ള ചാൻസ് വളരെ കുറവ്. ഇല്ലാന്നല്ല, ഇന്നും നമ്മൾ ഫുട്ബോളിൻ്റെ ഒരു ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പം ഫുട്ബോൾ കളിക്കാൻ വരുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും. അത് ബേസിക്കലി അതാണ്. പണക്കാരുടെ വീട്ടിലെ കുട്ടികൾ വരില്ല. കാരണം ഇതിന് അധ്വാനമുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകാം, മറ്റേതുണ്ടാകാം, മറിച്ചതുണ്ടാകാം, ഇതൊക്കെ കൂടി പല പ്രശ്നങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഈ കുറച്ച് സൗകര്യമുള്ളവരാണെങ്കിൽ ടെന്നീസ് കളിക്കാൻ പോകും, പിന്നെ സൗകര്യമുള്ളവരാണെങ്കിൽ
അവർ വീട്ടിൽ നിന്ന് ഒരു ചായയും കുടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അല്ലാതെ കളി കഴിഞ്ഞാലും ഒന്നും കിട്ടില്ല. അപ്പം ആ പ്രശ്നങ്ങൾ വളരെ വലിയ ഗൗരവത്തിലുള്ളതാണ്. ഇപ്പം പറഞ്ഞില്ലേ വയ്യപ്പാലിൽ 36ലേക്കുള്ള ടീമിനെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു സംഗതി അത് ഗവൺമെൻറ് ചെയ്യാനാണ്. അല്ല ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ് ചെയ്യുമോ KFA ചെയ്യുമോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അതിൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ ഞങ്ങൾ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു 2025 മുതൽ ഒരു വലിയ അടുത്തൊരു 20 വർഷത്തേക്ക് ഉള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യാണ്. അതിനകത്ത് ഫണ്ടാണ് മെയിൻ. സാറ് നേരത്തെ പറഞ്ഞ ഫണ്ടാണ് ഏറ്റവും മെയിനായ ഫാക്ടർ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫണ്ട് കണ്ടെത്താൻ, അതായത് പണ്ട് കാലത്ത് അമ്മമാർ പിടിയേരി മാറ്റി വെച്ചിരുന്നു. പിടിയേരി മാറ്റി വെച്ച് പല കാര്യങ്ങളും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞങ്ങളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇക്കായ്ക്ക് അറിയാം, നമ്മുടെ ഡേവിസ് ചിറമലച്ചൻ, നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ 2.5 മിനിറ്റിൻ്റെ വീഡിയോ ഇക്കായ്ക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ യൂട്യൂബിനകത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ യൂട്യൂബിനകത്ത് വരുന്ന ഈ ഇൻ്റർവ്യൂസ് വഴി അതിനകത്ത് നിങ്ങളുടെ പിടിയേരി നിക്ഷേപിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു 16,000 കോടി രൂപയാണ് ഓരോ വർഷവും. അതിൻ്റെ ഒരു 70% അവർ ഇന്ത്യയിൽ പേ ഔട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 11,000 കോടി രൂപ അവർ ഇന്ത്യയിൽ എല്ലാ വർഷവും ഇവിടുത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക്, സർക്കാരിനൊക്കെ ഇത് ചെയ്യും, പേ ഔട്ട് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം അവരുടെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 30 to 40% ആണ് ഓരോ വർഷവും. എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ വർഷവും വരുന്ന പുതിയ മൊബൈൽ, പുതിയ ലാപ്ടോപ്പ്, പുതിയ കമ്പ്യൂട്ടർ, ഇതിലോട്ടെല്ലാം അവരുടെ ഇതാണ്, അവരുടെ അവസരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു മാർഗം വഴി നമുക്കിപ്പോൾ ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് വിജയിക്കുമോ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ പരിശ്രമിച്ചവരുടെ കൂടെ ആയിരിക്കുമല്ലോ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു, തോറ്റു ജയിച്ചു, അത് എന്തുവാ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധരല്ല. നമുക്ക് വേണ്ടത് അടുത്തൊരു 10 വർഷം, അടുത്തൊരു 2025 മുതൽ അടുത്തൊരു 15 വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ 2040 ആകുമ്പോൾ നമുക്ക് വേണ്ടത് 200 കോടി രൂപയാണ്. 200 കോടി രൂപ നമ്മൾ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനാണ്? ഈ കുട്ടികളെ കൈപിടിച്ച് ഇവിടെ മേളിൽ കൊണ്ടുവരാനാണ്. നമ്മുടെ സ്വപ്നം എന്താണ്? 2043 യൂറോപ്പിൽ കളിക്കണം നമ്മുടെ പിള്ളേർ. നമുക്ക് സ്റ്റേറ്റ് ബാങ്കിലെ ജോലിയല്ല ലക്ഷ്യം, റെയിൽവേയിലെ ജോലിയല്ല ലക്ഷ്യം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ നമ്മൾ പഠിപ്പിക്കണം. ഇന്നത്തെ ആരും ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് യാത്ര, എനിക്ക് വിഷമമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ. ഇവരെന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇവർ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നുണ്ട്, ഒരാളും കഷ്ടപ്പെടാതിരിക്കുന്നില്ല, പരിശ്രമം പൂർണ്ണമാണ്. പക്ഷേ ലക്ഷ്യമില്ല, അവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിനേക്ക് വേണ്ടി നമ്മൾ ഒരു പിടിയേരി പ്രോഗ്രാം ഓരോ വ്യക്തികളും നമ്മുടെ ഈ ചാനലിൽ ഒരു 15 മിനിറ്റ് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഡെയിലി ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി. അങ്ങനെ കാണുന്ന ഒരു 10 ലക്ഷം പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ 150-200 കോടി എന്ന് പറയുന്നത് ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ, ഒരാളുടെ റിക്വസ്റ്റ് ചോദിക്കാതെ, ഒരാളുടെ ഒരു സഹായത്തിന് കാത്തു നിൽക്കാതെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. ഈ ലോകത്ത് പല വലിയ വലിയ സംഭവങ്ങളും നടന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില പരിശ്രമങ്ങളിൽ നിന്നാണ്. എല്ലാവരും എല്ലാം ഉണ്ടായിട്ട് ചെയ്തവരായിരിക്കില്ല. പക്ഷേ കൊച്ചു കൊച്ചു പരിശ്രമങ്ങൾ കൊണ്ട് ഈ ഒരു വലിയൊരു സംരംഭം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. കാരണം നമ്മളുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയിട്ടല്ല, വരും തലമുറ. ഒരു 15 ഇപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി 59 വയസ്സുണ്ട്. ഒരു 15 വർഷം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ നമുക്കൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. മുന്നോട്ട് കൊണ്ടുപോകാൻ, തലമുറയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം.